Assalamu alaikum. Good morning to all my dears. How are you? Have you had your breakfast? Are you safe? Okay. Then here is your Jasmine Miss. And we are going to learn English. Are you ready? Okay. Then we can start with the dua for knowledge. Okay. Rabbi Yasir, Wala Tu'asir, Watammim bil Khair, Wabiki Nasta'inu, Ya Fattahu, Rabbi Zidni Ilma. Rabbi Zidni Ilma. Rabbi Zidni Ilma. Okay. Get ready for learning. Okay. Cheer up, my dears. Okay. Then, what we learned in English? എന്താണ് ഇതുവരെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചത്? We had learned app family words, the concept of up and down. Then, what we learned? Add family words. Now, a new thing. ഇന്നൊരു പുതിയ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് മിസ് ബോർഡിലേക്ക് എഴുതാൻ പോകുന്നത്. What is this? ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കാര്യമാണോ? ആണോ? അല്ലേ? L. L അറിയാം എല്ലാവർക്കും. Here we have the L. L നമ്മൾ പഠിച്ചു. L വെച്ചിട്ട് വേർഡ്സ് കുറേ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? സൗണ്ട് പഠിച്ചല്ലേ എല്ലിൻ്റെ. അതെല്ലാം പഠിച്ചില്ലേ? പക്ഷേ ഇന്ന് മിസ് അതൊന്നുമല്ല പഠിപ്പിക്കുന്നത്. ഇന്ന് എന്താണ് പഠിപ്പിക്കുന്നത്? എൽ വെച്ചിട്ട് നമ്മൾ കുറേ വേർഡ്സ് പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ലോലിപോപ്പ്, ദെൻ ലാംപ്, ദെൻ ലൈക്ക്, ലിറ്റിൽ, അല്ലേ? ഇതെല്ലാം നമ്മൾ പഠിച്ചില്ലേ? പക്ഷേ ഇന്ന് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എൽ ബ്ലണ്ട് ആണ്. എൽ ബ്ലണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് ഇവിടെ ഒരു വേർഡ് എഴുതാൻ പോവുകയാണ്. ബ്ലെൻഡ്. BLEND. ബ്ലെൻഡ് എന്ന് എഴുതി മിസ് അല്ലേ? ഇവിടെ എന്താണ്? എൽ ആദ്യം വന്നോ? ഇല്ല. എൽ എവിടെയാ വന്നത്? സെക്കൻഡ് വന്നോ? ഫസ്റ്റിലെ ബി ആണ് വന്നത്. പിന്നെ എന്ത് വന്നു? പിന്നെയാണ് എൽ വന്നത്. കണ്ടോ? അങ്ങനെ എൽ സെക്കൻഡായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഹൗ വി റീഡ് ദാറ്റ് വേർഡ്. എങ്ങനെയാണ് നമ്മൾ ഒരു വാക്കിൽ എൽ സെക്കൻഡായിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് വായിക്കും? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൽ സെക്കൻഡായിട്ട് വരുന്ന, അത് ഫസ്റ്റ് വരാതെ സെക്കൻഡായിട്ട് വരുന്ന കുറേ വേർഡ്സ് ഇന്ന് നമ്മൾ പഠിക്കും. റെഡി അല്ലേ? ആർ യു റെഡി? ഓക്കെ. ദെൻ വി ക്യാൻ റൈറ്റ്. Here we have L. കണ്ടോ? മിസ് എൽ എഴുതി. എന്നിട്ട് ഇവിടെ ഒരു റൗണ്ട് വരച്ചിരിക്കാം. Then we have BL. ഉണ്ടോ? BL ചേർന്ന് വരുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് പഠിക്കാം. BL. How we pronounce that? എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ബിയുടെ സൗണ്ട് എന്താണ്? What is the sound of B? Okay. Bring your bat and ball. ഓർമ്മയുണ്ടോ? Okay. BL. ബിയുടെ സൗണ്ട് ബ്. എല്ലിൻ്റെ സൗണ്ട് ല്, അല്ലേ? ബിയും എല്ലും കൂടെ ആയപ്പം ബ്ലൂ എന്നായില്ലേ? ബ്ലൂ എന്നൊരു സൗണ്ട് വന്നില്ലേ? ഓക്കെ. ദെൻ അത് വെച്ചിട്ട് നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലല്ല പഠിച്ചത്. EVSൽ മിസ് ഒരു വാക്ക് പഠിപ്പിച്ചു. ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞു തരാമോ ആർക്കെങ്കിലും? ഒരു കളർ പഠിച്ച്. എങ്ങനെയാ നമ്മൾ ആ കളർ വായിച്ചത്? BLUE. ഇതാരാ ഇത് വായിക്കുന്നേ? വായിച്ചേ. വെരി ഗുഡ്. ബ്ലൂ ആണല്ലേ? അന്നേരം BLUE ബ്ലൂ. കിട്ടിയോ? ഓക്കെ. അതുപോലെ നമുക്ക് BL വെച്ചിട്ട് എന്തൊക്കെ വാക്ക് എഴുതാം? BLUE ബ്ലൂ. പിന്നെ BL വരുന്ന അടുത്ത വാക്കൊന്ന് പറഞ്ഞേ. ബ്ലൂ എന്ന് വരുന്ന പറഞ്ഞേ. ബ്ലാക്ക്.
BLACK, black. കണ്ടോ? Then we have BLANK, blank. Okay, do you get these words, babies? BL, blue, blue, black, blank. Can you read this? ഒന്നുകൂടെ മിസ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. നോക്കിക്കോ. BL, BL. Here we have BL. Then UE. എന്താണ്? Blue, blue. Then BL, OW, blow. Do you get the word? L ബ്ലെൻഡ് ചെയ്ത് വരുന്ന വേർഡ്സ് നമ്മൾ ആദ്യം ബി വെച്ചിട്ട് പഠിച്ചു അല്ലേ? ഒന്ന് ഒരു രണ്ടോ മൂന്നോ വാക്കുകൾ ഒന്ന് പറഞ്ഞേ. ബ്ലാക്ക്, ബ്ലൂ, ബ്ലോ അല്ലേ? ബ്ലാങ്ക് അല്ലേ? പിടികിട്ടിയോ? ബ്ലൂ നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് എല്ല് ബ്ലെൻഡ് ചെയ്ത് വരികയാണ്. അതായത് ബി കഴിഞ്ഞിട്ടാണ് എല്ല് വരുന്നത്. ഇനി അതുപോലുള്ള വാക്കുകൾ കണ്ടാൽ എൻ്റെ മക്കൾസിന് വായിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, വെരി ഗുഡ്, മാഷാല്ലാ. Then BLUE, blue. Then we are going to another word, FL. FL വരുന്നൊരു വാക്ക് പറയാമോ? FL വരുന്ന വാക്ക് അറിയാലോ. പൂവിന് എന്താ പറയുന്നത്? പൂവിന് എന്താണ് പറയുന്നത്? ഫ്ലവർ. ഫ്ലവർ. സ്പെൽ ദ വേർഡ് ഫ്ലവർ. FLOWER, flower. Then we have fly. FLY, fly. Then we have flag. കണ്ടോ? FL, flower, fly, flag. പറഞ്ഞേ. Flower, fly, flag. Then again we are going to another word with L blend. What the word called? L blend. Then I am writing this L with C. Okay. C. Can you say any word? Can you have the rhyme? Clap your hands. Clap your hands. Listen to the music and clap your hands. അറിയില്ലേ? Okay. Then I am going to write CLAP. What is this? Clap. Then another word with CL is CLAY. What is this? Clay. Okay. We have two words with CL. Clap and clay. Then which letter comes with B? Which letter comes with L? എല്ലിൻ്റെ കൂടെ ഇനി നമുക്ക് എഴുതാൻ പറ്റുന്ന ലെറ്റർ ഏതാണ്? മിസ് വേറൊരു വാക്ക് എഴുതരാം. Here we have plate. I am going to write plate. PLATE. Okay. ഇനി ഏത് വേർഡാണ് വന്നത് എല്ലിൻ്റെ കൂടെ ചേർന്നിട്ട്? ഏത് ലെറ്റർ ആണ് വന്നതെന്ന് നോക്കേ. പി വന്നല്ലേ? ഇപ്പം എത്ര ലെറ്റേഴ്സ് നമുക്ക് എല്ലിൻ്റെ കൂടെ ചേർത്ത് എഴുതാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മിസ് പറഞ്ഞത്? ഏതൊക്കെയാണ്? Yes, we have BL. BL. Then we have
Cl. Okay. Then we studied Fl. And then Pl. Okay. For Bl we studied blue and black. BLACK, black. Then for Cl, clay and clap. Then for Fl we studied flap and then flag. Then for Pl we studied play. PLAY, play. Do you like to play, babies? Yes, then plate. See this? Then again we can go through the letter sounds. What is this letter? BL. I told you B is for B and L is for L. അല്ലേ? B and L sound ചേർന്നപ്പോൾ എന്തായി? Blue എന്ന് നമ്മൾ വായിച്ചു. And then this is blue. BLUE, blue. And then black. BLACK, black. Then K and L. We have the sound K and then we learn clay. CLAY, clay. And then clap. CLAP, clap. Then we have F and L. F and L, that flap. Here we got the word flap. FLAP, flap. Okay, then we have flag. FLAG, flag. Then we have P and L. That is play. We get the word play from that. Okay, PLAY, play. And plate. PLATE. Okay, we can read once more. BL for blue and black. Blue, black. Say aloud. BL, blue, black. CL, clay, clap. FL, flap, flag. PL, play, plate. Do you get the sound of these words? Okay. Then don't want to write in the notebook. Notebookil ആരും എഴുതണ്ട. Just copy this and read this. Okay. ഇത് കോപ്പി ചെയ്ത് വെക്കുക. പേരൻസിനോട് പറയുക ഇത് ഒരു ബുക്കിലോട്ട്, റഫ് ബുക്കിലോട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? വായിച്ച് പഠിക്കുക. മിസ്സിന് വോയിസ് ഇട്ട് തരിക വായിച്ചിട്ട്. ഓക്കെ. മിസ് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് പഠിച്ച് വോയിസ് ഇട്ട് തരുമെന്ന് കേട്ടോ. ഓക്കെ. ആർ യു സേഫ്? ഓക്കെ. Then we can wind up the class today. Inshallah, see you tomorrow. Assalamu alaikum.